നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ജസ്റ്റ് ഒരു ചെറിയ റീഡിങ്, ഇത് നാളേക്ക് ഉള്ള ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. കാരണം ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഈവനിങ് ആണ് ഇടുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ജനറൽ ആയിട്ട് ഗൈഡൻസ് ആയിട്ട് എടുക്കൂ. ഇന്നൊക്കെയായാലും നാളേക്കായാലും ഇത് നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോഴേക്കുള്ളതാണ്. സോ ബട്ട് നിങ്ങൾക്ക് നാളേക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന രീതിയിലാണ്. ബിക്കോസ് രാവിലെ എല്ലാവരും പറയാറുണ്ട് ഗൈഡൻസ് വേണമെന്ന്. സോ ഇത് നാളേക്കായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് കണക്കാക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്ക് ജനറൽ ഗൈഡൻസ് ആദ്യം എടുക്കാം. ആൻഡ് ഇതിൽ തന്നെ ഞാൻ റിലേഷൻഷിപ്പ് റീഡിങ്ങും ഇന്ന് ഇടും. ഒരേ ഇതിൽ തന്നെ ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വീഡിയോയിൽ തന്നെ ഇടാം. ഓക്കെ, 2 പാർട്ടായിട്ട് ഇടാം. ആദ്യം ജനറൽ ഗൈഡൻസ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പ് പറയാം. ഓക്കെ, ഇതിപ്പോൾ ജനറൽ ഗൈഡൻസ് നിങ്ങളുടെ ജസ്റ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ, ഇന്നും അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നു അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ലെറ്റ്സ് സീ. ഓക്കെ, 9 of Cups, വെരി നൈസ്. ഇത് ചാടി വന്നു, എടുത്തേക്കാം. ഓക്കെ, Knight of Wands, 9 of Cups, Knight of Wands and 6 of Pentacles. Awesome. Oh, King of Cups, King of Cups, Queen of Cups. ഓക്കെ, ഇതിവിടെ റിലേഷൻഷിപ്പ് അല്ല ഞാൻ എടുത്തത്, ബട്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യം വന്നിട്ടുണ്ട്. ഐ തിങ്ക് അത് ഞാൻ റിലേഷൻഷിപ്പിലേക്ക് പറയാം അല്ലേ. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കാണുന്നത് 9 of Cups ആണ്, Knight of Wands and 6 of Pentacles. സോ ഓക്കെ, നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരാൻ പോകുന്നു. നിങ്ങൾ വളരെയധികം സന്തോഷം ഫീൽ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഐ തിങ്ക് കുറേ ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും, എന്നിട്ട് ഇന്ന കാര്യം എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ച് കാണാം. അതായിരിക്കാം, അല്ലെങ്കിൽ ഓവറോൾ ഐ മീൻ എന്ത് തന്നെയായാലും ശരി. ഓക്കെ, നിങ്ങൾക്കൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെയധികം ലൈക്ക് അബൻഡൻ്റ് ആയിട്ടൊരു ഫീലിംഗ് തോന്നും. അതായത് ഹാപ്പി ആയിട്ട് തോന്നും, ഉള്ളിൽ തന്നെ ഒരു ഇമോഷണൽ ഹാപ്പിനെസ് എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം. ഈവൻ അല്ലെങ്കിലും ഐ തിങ്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ കുറേ അച്ചീവ്മെൻറ്റ്സ് വരുന്നതായിട്ടാണ്. ഓക്കെ, സന്തോഷങ്ങൾ കിട്ടുന്നതായിട്ടാണ്. ഓവറോൾ ഹാപ്പിനെസ് എന്ന് വിളിക്കാം. ഓക്കെ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നടക്കാൻ പോകുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അത് വരാൻ പോകുന്നു എന്ന രീതിക്കുമാണ്. എൻ്റെ ഇവിടെ Knight of Wands ആണ്. Knight of Wands പറയുമ്പോൾ നിങ്ങളുടെ എന്തോ ഒരു ഐഡിയാസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾ ഫോളോ ചെയ്ത് കാണാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണാം. അതിൻ്റെ റിസൾട്ട് ആയിരിക്കാം ഇത്. അല്ലെങ്കിൽ ആക്ച്വലി നിങ്ങളോട് പറയുന്നത് ഇനിയും പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ എന്നാണ്. മേ ബി ആക്ച്വലി ഈ ഒരു സന്തോഷം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനിയും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും അല്ലേ. നമുക്ക് എപ്പോഴും അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു വീണ്ടും കൂടുതൽ നമുക്ക് ചെയ്യാനൊക്കെ തോന്നാം. എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇടാൻ നമുക്ക് തോന്നാം. സോ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, മുന്നോട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഇതുകൊണ്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വരും എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇവിടെ 6 of Pentacles ആണ്. 6 of Pentacles പറയുന്ന ഒന്ന്, നിങ്ങൾക്ക് ഈ സന്തോഷം വരുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം, പങ്കുവെക്കാം. ഇതിപ്പോൾ പണത്തിൻ്റെ കാര്യം ആവണമെന്നില്ല. അതിന് ഇന്നലെ വന്നു തോന്നുന്നു അല്ലേ, ഇന്നലെ ഞാൻ റീഡിങ്ങിൽ. നിങ്ങൾക്ക് പണമായിട്ട് വേണം നിർബന്ധമല്ല, ബട്ട് നിങ്ങൾക്ക് ഒരു മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയും. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത എഫേർട്ടിൻ്റെ ന്യായമായ റിസൾട്ടാണ് നിങ്ങൾക്ക് വന്നില്ല. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ലൈക്ക് കർമ്മയാവാം, നിങ്ങൾ ഏതെങ്കിലും പാസ്റ്റ് ലൈഫിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഒരു റിസൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നെയായാലും. ഓക്കെ, നിങ്ങളുടെ നല്ല പ്രവർത്തികളുടെ റിസൾട്ടായിട്ടാണ് നിങ്ങൾക്ക് നല്ലത് കിട്ടുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കാം. പണമായിട്ട് തന്നെ ആവണം നിർബന്ധമില്ല, എന്തും ആവാം അവിടെ. ഓക്കെ, കെയർ, അഡ്വൈസ്, സപ്പോർട്ട് എല്ലാം അല്ലേ. ആൻഡ് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ പകർന്നു കൊടുക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ ഹാപ്പിനെസ് ആയാലും ശരി, നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരല്പമെങ്കിലും നിങ്ങൾ പങ്കുവയ്ക്കുക. ബിക്കോസ് അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈക്വൽ ആവുന്നത്. എപ്പോഴും നമ്മൾക്ക് യൂണിവേഴ്സ് തരുന്നത് നമ്മളതേ മുന്നോട്ട് കൊടുക്കണം എന്നാണ്. ഓക്കെ, നമ്മളെല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കണം. ഒരിക്കലും നിങ്ങൾക്കത് കുറഞ്ഞു പോകുന്നു നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, എന്തുണ്ടോ അതിൽ നമുക്ക് സാധിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് കൂടി എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. ഇത് അതിനെക്കുറിച്ച് വളരെയധികം പറയുന്നുണ്ട്. ചാരിറ്റിയെ കുറിച്ചാവാം, ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അത് മാത്രമല്ല ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈക്വൽ എഫേർട്ട് ഇടുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക, അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് വരും ചെയ്യും എന്ന് തന്നെയാണ്. ഐ തിങ്ക് ഇത് 1-2 ദിവസം മുമ്പും ഇതേ ഒരു ഇത് വന്ന പോലെയാണ്. ഓക്കെ, ഇതിന് ഞാൻ ഗൈഡൻസ് എടുത്തിട്ട് ഞാൻ റിലേഷൻഷിപ്പിലേക്ക് പോവാം. ഓക്കെ, റിലേഷൻഷിപ്പും ഇതേ മെസ്സേജാണ് ഇവിടെ എനിക്ക് വന്നിട്ടുള്ളത്, ഞാൻ പറയാം. ബട്ട് കുറച്ച് പേർക്ക് അതിൽ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഗൈഡൻസ് കണ്ട് നിങ്ങൾക്ക് നിർത്താം. ഓക്കെ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓവറോൾ ഗൈഡൻസ് എന്നാൽ ഗൈഡൻസിൽ ക്രോസ് റോഡ്, ഓക്കെ, റൈഡർ ആൻഡ് അഗെയിൻ ക്രോസ്. ഓക്കെ,
ശരി, ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ക്രോസ് റോഡും ഉണ്ട്, ഇവിടെ ക്രോസും ഉണ്ട്. ക്രോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്, ഒരു ബേർഡൻ ഉണ്ട് നിങ്ങളുടെ മേലെ എന്ന് പറയാം. ഓക്കെ, ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണല്ലേ, നമ്മൾ ചെയ്താൽ ശരിയാവോ തെറ്റായി പോവോ എന്ന രീതിക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. സോ അതിൻ്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം. മേ ബി ആ ഒരു തീരുമാനത്തിൻ്റെ ബേസിസിലായിരിക്കാം നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ രണ്ട് വഴിയുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, രണ്ട് പാത്ത് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു നിങ്ങളുടെ മുമ്പിലൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ടാവാൻ നിങ്ങൾ തീരുമാനം എടുക്കണം എന്ന്. ആൻഡ് ഇവിടെ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും ഇവിടെ തീരുമാനം അഗെയിൻ ചാരിയറ്റ്, ഇത് ചാരിയറ്റിൻ്റെ ഒരു കാർഡായിട്ട് നമുക്ക് എടുക്കാം. റൈഡർ എന്ന് പറയുമ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് ട്രാവൽ വരുന്നതായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് യാത്ര വരുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. മേ ബി പാസ്റ്റിലേക്കുള്ള ഒരു യാത്ര ആയിരിക്കാം. ഓക്കെ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ സ്ഥലത്തേക്ക് പോവുക, ഫാമിലി താമസിച്ച സ്ഥലത്തേക്ക് പോവുക, അങ്ങനെ നിങ്ങൾ വിട്ടുമാറി നിൽക്കുന്നവരാണെങ്കിൽ തിരിച്ച് ചിലപ്പോൾ ഒരു യാത്രയായിരിക്കാം. അല്ലെങ്കിൽ മുന്നോട്ടായാലും ശരി. ഓക്കെ, മുന്നോട്ടായാലും ഒരു തീരുമാനമെടുത്ത് അപ്പോൾ പാസ്റ്റിനെ ചിലപ്പോൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്ന കാര്യമായിരിക്കും. എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ വന്നു എന്ന്. ഓക്കെ, ബട്ട് ഇവിടെ ഇത് രണ്ടും ആക്ച്വലി രണ്ടും വളരെ സെയിം ആണ്. സോ അഗെയിൻ നമ്മുടെ നൈറ്റ് ഓഫ് വോൺസുമായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ചാരിയറ്റ് ആവണമെന്നില്ല അല്ലേ, ചാരിയറ്റും ഉണ്ട്, നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജിയും ഉണ്ട്. സോ ഇവിടെ നിങ്ങളൊരു മുന്നോട്ട് പോകുന്ന കാര്യമാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് കാണുന്നത്. എന്തെങ്കിലും തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന പോലെയാണ്. ആ ചിലപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവ് ഫീൽഡായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിരിക്കും. ഓക്കെ, നിങ്ങളോട് ക്രിയേറ്റീവ് ഐഡിയാസ് യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും എന്ന് നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും ചെയ്യും. ഓക്കെ, നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അഗൈൻ സന്തോഷങ്ങൾ കിട്ടുന്നു എന്ന രീതി തന്നെയാണ്. ബട്ട് ഈ ഒരു ഡിസിഷൻ്റെ സമയമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ തരുന്നത്. ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം എഫക്റ്റും ആണ്. ആലോചിച്ച് നോക്കൂ, ഇതിവിടെ നമ്മുടെ റോഡിൻ്റെ നടുവിൽ ക്രോസ് എന്ന് വിചാരിച്ചോളൂ, ഇതും അതേപോലെയാണ്. സോ രണ്ടും ക്രോസ് റോഡ് ആൻഡ് ക്രോസ് ആണ്. ഒരു പോയിന്റ് എത്തിപ്പോൾ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ എടുക്കുന്ന തീരുമാനം നിങ്ങളെ തീർച്ചയായിട്ടും നല്ല രീതിക്കാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ആൻഡ് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ പോകുന്നത് എന്നെ നല്ല വഴിക്ക് നയിക്കുക എന്ന് യൂണിവേഴ്സിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്, നിങ്ങൾക്ക് എന്താ ശരി എന്താ തെറ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് രണ്ടും ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പറയുന്നു, രണ്ടും ഒരേപോലെ വന്നു. അഗെയിൻ ചോയ്സ് പോലെയാണ്. ഓക്കെ, ഒരു ചോയ്സ് എടുക്കുന്ന തരത്തിൽ തോന്നി എനിക്ക്. എനിവേ, നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളെ ബോദർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, ഫോക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു തരം കുറച്ചൊരു ചീറ്റിംഗ് എനർജി എന്നൊക്കെ വിളിക്കാമല്ലോ നമുക്ക്, അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ചുറ്റും. ബട്ട് ഇവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ഉണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ആ ഒരു തീരുമാനത്തിൻ്റെ സ്റ്റേജ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ബാക്കി ഞാൻ ലവ് റീഡിംഗ് ആയിട്ട് പറയാം. ഇതേ കാർഡ്സ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് കുറച്ച് ക്ലാരിഫിക്കേഷൻ എടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് എനിക്ക് കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് ആണ്. സോ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് നല്ല ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നതായിരിക്കും. ബട്ട് ആ പേഴ്സണുമായിട്ട് നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആണ്. ഒരു സോൾമേറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം രണ്ടും ഒരേ ഇതാണ്. സോ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ കാണുന്നുണ്ട്. എൻ്റെ ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹം നിങ്ങളുടെ നടക്കുന്ന പോലെയാണ്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ പുതിയ വ്യക്തി വരുന്നതായിരിക്കും. സോ അതിൻ്റെ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം സ്നേഹം തരുന്ന ഒരു കെയറിങ് തരുന്ന ഒരു വ്യക്തി നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങൾ ഇമോഷണലി നിങ്ങൾ വളരെ സന്തോഷം തോന്നും. സോ അതായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുമായിട്ട് വളരെയധികം നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്ന പോലെയാണ്. അതായത് നിങ്ങൾ പരസ്പരം നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ അതേപോലെ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തിരിച്ച് പ്രതീക്ഷിക്കാം. നമുക്ക് ഇവിടെ പേഴ്സൺ ലേശം ഒരാൾ ഇവിടെ മുമ്പ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഐ തിങ്ക് ഇവിടെ പ്രോബ്ലം ഒരാൾ ഓവർ ഗിവിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എപ്പോഴും നമ്മൾ പറയാറില്ല വളരെയധികം ഗിവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആരായാലും ശരി കേട്ടോ, നിങ്ങൾ വാച്ച് ചെയ്യുന്നവരെ ലേഡീസ് ആയാലും ജെൻസ് ആയാലും നിങ്ങളുടെ എനർജിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ എനർജി ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ കണക്കാക്കിയത് ലേഡി ജെൻസ് അതൊക്കെ വിട്ട് കളയും. ഓക്കെ, സോ ഓക്കെ, അപ്പം നിങ്ങൾ വളരെയധികം ഇതുവരെ കൊടുത്തുകൊണ്ട് മാത്രം ഇരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേഴ്സണെ കെയർ ചെയ്യുക, സ്നേഹിക്കുക,
ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ആ പേഴ്സന്റെ ഭാഗത്തു നിന്ന് തിരിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അവരുള്ളിൽ സ്നേഹമുണ്ട്, എപ്പോഴും ഉണ്ട്. ഓക്കെ, ഒരു കെയറും സ്നേഹവും ഫീലിങ്സ് എല്ലാം അവർക്ക് നല്ലോണം ഉണ്ട്, ഒരുപാടുണ്ട് ഇൻഫാക്ട്. ഓക്കെ, അവർ പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവർ ഈ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഓക്കെ, വളരെയധികം അവർ ഉള്ളിൽ എല്ലാം മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ്, പുറത്ത് എക്സ്പ്രസ് ചെയ്യില്ല. ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവും, സ്നേഹമുണ്ടാവും, കെയർ. ചിലപ്പോൾ നിങ്ങൾ പല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, യെസ് ഇവർക്ക് സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ അവർ തുറന്ന് കാണിക്കില്ല. ഓക്കെ, അവിടെ മാത്രമാണ് പ്രശ്നം. പക്ഷെ ഇവിടെ ഈക്വൽ അപ്പ് ആൻഡ് ഡൗൺ ഇംബാലൻസ് വരികയാണ്. കാരണം നിങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് കിട്ടുന്നില്ല, ഞാൻ എത്ര ചെയ്തിട്ടും എനിക്ക് തിരിച്ചു വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ബട്ട് ഇവിടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു ഓപ്പൺ എക്സ്പ്രഷൻ നമുക്ക് ഫീൽ ചെയ്താൽ എന്തായാലും നിങ്ങൾക്കൊരു സന്തോഷം വരാൻ പോകുന്നു എന്നാണ്. ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയാലും ശരി, ഉള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നതായാലും ശരി, ഈക്വൽ ഗിവൻ ടേക്ക് വരും നിങ്ങൾ തമ്മിൽ. ഓക്കെ, ഒരേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന പോലെ അവരും ഇങ്ങോട്ട് തീർച്ചയായിട്ടും അവർ എക്സ്പ്രസ് ചെയ്യാനും പറയാനും എഫേർട്ട് എടുക്കാനും എല്ലാം അവർ ചെയ്യും. ഓക്കെ, സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ ഒരു ഹാർമണി എത്തും എന്ന് പറയാം, ഒരു പീസ്ഫുൾ അതിൽ എത്തും എന്ന് പറയാം. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി ഇതിലെടുത്തേക്കാം റിലേഷൻഷിപ്പിന് എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട്. ഓക്കെ, 5 swords, Queen of Swords. ഓക്കെ, സൺ. ശരി, എന്തായാലും നിങ്ങൾ തമ്മിൽ ഓക്കെ, ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഐ തിങ്ക് കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് തേർഡ് പാർട്ടിയുടെ പേരിലായിരിക്കാം. കാരണം ഇവിടെ 2 എനർജി വന്നിട്ടുണ്ട്, ഒന്ന് ക്വീൻ ഓഫ് കപ്സും ഉണ്ട്, ക്വീൻ ഓഫ് സോൾസും ഉണ്ട്. സോ നിങ്ങളുടെ ഇത് നിങ്ങളുടെ എനർജി അല്ല, എനിക്ക് തോന്നുന്നത് വേറെ തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം. ബട്ട് ആ റിലേഷൻഷിപ്പ് ഒരിക്കലും അതൊരു വളരെ ലവിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്നുമല്ല. ഓക്കെ, അവിടെ ഒരു കൺട്രോളിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബന്ധം, മാരീഡ് ആവാം അല്ലെങ്കിൽ എന്ത് തന്നെയായാലും. ഓക്കെ, അങ്ങനെ ഒരു കൺട്രോളിങ് ആയിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും അവരുടെ ലൈഫിലുള്ളത്. അവിടെ ഒരു സ്നേഹത്തോടെയുള്ള ഒരു ബന്ധമൊന്നുമല്ല. ഓക്കെ, മേ ബി ബട്ട് എന്നാലും നിങ്ങളുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ ആ പേഴ്സൺ അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഒക്കെ കാരണം ഇവിടെ ഞാൻ പറയാൻ റീസൺ ഇവിടെ ഫാമിലിയുടെ കാർഡ് ഉണ്ടായിരുന്നു. 10 of Pentacles ഉണ്ട്, ഇവിടെ ഫാമിലി കാർഡ് ഉണ്ട്. സോ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഒന്നുമില്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മാരേജ് സാധിക്കില്ല എന്ന രീതിക്ക് ഒരു പല ബ്ലോക്കേജസ് ഉണ്ടാവാം. അങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും. മേ ബി സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലീജിയൻ ഡിഫറെൻറ്റ്, കാസ്റ്റ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഓക്കെ പലതും ഉണ്ടാവും. സോ അങ്ങനെ അവരൊരു നിങ്ങളുടെ അടുത്ത് പക്ഷെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് അവർ നിന്ന് കാണും അല്പം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ അല്പം മാറി നിന്ന് കാണാം. സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നത് ഇവിടെ. ബട്ട് ഇവിടെ അഗൈൻ ലവേഴ്സ് ആണ് ഞാൻ നേരത്തെ എടുത്തത്. നമ്മുടെ 6 of Pentacles വന്നിട്ടുണ്ട്, ഇവിടെ 6 ലവേഴ്സ് ആണിത്. അഗൈൻ ഇവിടെ ചോയ്സിൻ്റെ കാര്യമാണ്. ചോയ്സ് മാത്രമല്ല ഒരു ഇത് തീരുമാനമെടുക്കുന്നത് എന്ന് പറയാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ട്, കാരണം നിങ്ങളോടുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഒരു ലൈക്ക് നിങ്ങൾ തമ്മിലൊരു എന്താ പറയുക, ഒരു ബോണ്ട് അങ്ങനെയാണ്, സോൾ ബോണ്ടാണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, ആൻഡ് ഇവിടെ എന്തായാലും സണ്ണാണ് ഫൈനലി. നമുക്ക് ഫൈനൽ കാർഡ് ഇവിടെ സണ്ണാണ്. സൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ സന്തോഷം, ഹാപ്പിനെസ്, ഓക്കെ, ക്ലാരിറ്റി കിട്ടുക. നിങ്ങൾ തമ്മിലൊരു ലൈക്ക് കാര്യങ്ങൾ തെളിഞ്ഞ് മനസ്സിലായിട്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ. ഓക്കെ, വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യും. ഓക്കെ, വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ അതിനെ മാറ്റിയിട്ട് ഓക്കെ അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ലവേഴ്സ് പറയുമ്പോഴും അഗൈൻ തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട്. ആൻഡ് 6 of Pentaclesഉം നമ്മൾ ഓക്കെ 6 of Pentaclesഉം നമുക്ക് തേർഡ് പാർട്ടിയുടെ എനർജി പറയാം. ബിക്കോസ് മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെയും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു, വേറെയും ആരെങ്കിലും ഉണ്ട് അവരുടെ ലൈഫിൽ എന്ന രീതിക്ക് എടുക്കാം, തേർഡ് പാർട്ടി എന്ന രീതിക്ക് എടുക്കാം. അഗൈൻ ഇവിടെയും വന്നിട്ടുണ്ട്. സോ ബട്ട് അഗൈൻ അതിന് മേലെ അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളാണ് അവരുടെ ലൈഫിലൊരു പ്രതീക്ഷ, ഒരു സന്തോഷം കൊടുക്കുന്നത് എന്ന രീതിയിലാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബ്ലോയിങ് കിസ്, heartbroken, hammer, passion, date, sorry തുമ്മൽ വരുന്നുണ്ട്, വെഡിങ് റിങ്സ് ഒക്കെ ഓക്കെ സോറി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, നല്ല തുമ്മൽ. ഓക്കെ പിന്നെ മരുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങൾ ചിലപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്തില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഫീൽ ചെയ്യുന്ന നമ്മുടെ 3 of Swords ആയിട്ട് പറയാം. ഓക്കെ, ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയും ആയിരിക്കാം, തേർഡ് പാർട്ടി കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ പ്രശ്നം വന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ സബോട്ടാജ് കാണുന്നത് ഒന്നുമില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കേടുവരുത്താൻ ശ്രമിച്ചു എന്നും പറയാം.
ഓക്കെ. ഹാമർ എന്ന് പറയുമ്പോൾ ഒന്ന് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി എന്ന രീതിയിലാണ്. അത് മാത്രമല്ല ഇവിടെ നമുക്ക്, പക്ഷെ ഇവിടെ ബാക്കിയെല്ലാം നമുക്ക് പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ ഇത് ബെറ്റർ ആക്കാൻ ശ്രമിക്കും എന്ന രീതി കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവർ ചെയ്ത് തെറ്റ്. സോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വീണ്ടും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പറഞ്ഞ് ഗോസിപ്പ് പറഞ്ഞിട്ടോ എങ്ങനെയായാലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയതാണെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആണ് പ്രോബ്ലം എങ്കിൽ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വീണ്ടും റീബിൽഡ് ചെയ്യാൻ തയ്യാറാവും എന്നാണ് കാണുന്നത്. അഗെയിൻ ഇവിടെ പറയുക ഡേറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു മീറ്റ് ചെയ്യാനോ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ ആക്ച്വലി സൺ കാർഡും ആക്ച്വലി ഒരു മീറ്റിംഗ് എന്ന രീതിക്ക് എടുക്കാം. മീറ്റിംഗ്, സന്തോഷം, ഒരു ഫംഗ്ഷൻ, ഹാപ്പിനെസ്, സെലിബ്രേഷൻ എന്ന രീതിക്കൊക്കെ പറയാം. സോ അതേപോലെ ഡേറ്റ് എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു മീറ്റിംഗ് വരാനും നിങ്ങൾ തമ്മിൽ കാണാനും സംസാരിക്കാനും ഒരു അവസരം വരും. നിങ്ങൾക്ക് വീണ്ടും ഈ റിലേഷൻഷിപ്പിനെ റിന്യൂ ചെയ്യാനുള്ള ഒരു അവസരമാണ് വരുന്നത്. ആൻഡ് ഇവിടെ പാഷൻ ഉണ്ട്, ബ്ലോയിങ് കിസ് ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹം അവർ എക്സ്പ്രസ് ചെയ്യും. നിങ്ങൾ തമ്മിൽ വളരെയധികം കെമിസ്ട്രി ഉണ്ട്, പാഷൻ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ലാസ്റ്റ് വൺ വെഡിങ് റിംഗ് ഉണ്ട്. കുറച്ച് പേർക്ക് പറ്റുന്നവർക്ക് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി നേരത്തെ ഞാനിവിടെ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ പറഞ്ഞിരുന്നു ഫാമിലിയിൽ നിന്ന്. എനിക്ക് അത് കണ്ടപ്പോഴും തോന്നിയതാണ് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരാനും തയ്യാറാവും. ഓക്കെ, അവർ നിങ്ങളെ ഫാമിലി ആയിട്ട് ചൂസ് ചെയ്യാനും ഫാമിലി ആയിട്ട് വേണം എന്ന രീതിക്ക് ഒരു പ്രോപ്പറായിട്ട് ലൈക്ക് ഫാമിലി ട്രഡീഷൻ എല്ലാവരും സമ്മതിച്ചുകൊണ്ട് യെസ് നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. സോ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, ഇടയിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ബട്ട് മാറ്റങ്ങൾ വരും. എനിക്ക് മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഈ വിഷമമൊക്കെ മാറി വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ബട്ട് ഇവിടെ ഓക്കെ അഗെയിൻ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാറും, ശരിയാണ്. പക്ഷേ എന്ന് വെച്ച് എങ്ങനെ മാറ്റം വരും അതുകൂടി നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, നിങ്ങളിപ്പോഴും അവരെ അടുത്ത് പോയി പിന്നാലെ ചേസ് ചെയ്ത് പോയി എനിക്ക് വേണ്ടി അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അങ്ങനെയൊന്നും ചെയ്തിട്ട് അവർ മാറാൻ പോകുന്നില്ല. ഓക്കെ, ഇതായിട്ട് എടുത്തോളൂ. നിങ്ങൾക്കിപ്പോൾ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഓക്കെ എപ്പോഴും നിങ്ങൾ ആദ്യം ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, നിങ്ങൾ ആദ്യം ഹാപ്പി ആയിട്ടിരിക്കണം. നിങ്ങൾ സ്വയം ഹാപ്പി ആവാൻ പഠിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അത് നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് എടുക്കൂ. യു ഹാവ് ടു ബി ഹാപ്പി. എന്നാലേ നിങ്ങളിലേക്ക് സന്തോഷങ്ങൾ വരുള്ളൂ. അങ്ങനെയുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരാളെ ചേസ് ചെയ്ത് പോകുന്നു, എനിക്ക് മിസ് ചെയ്യുന്നു, എനിക്ക് എന്നെ നോക്കി എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ അവിടെ എന്താ ക്രിയേറ്റ് ആവുന്നത്? ഒരു നെഗറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ആവുന്നത്. പിന്നെ നിങ്ങൾ ആരെയും അങ്ങനെ പിടിച്ച് വലിച്ചടുപ്പിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ഇതും നിങ്ങൾ നോക്കാം. ലൈക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ വേറെ രീതി പറയാമെന്നാണ്. ബട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് വരണമായിരിക്കും. ഓക്കെ, നിങ്ങളിങ്ങനെ സ്ട്രോങ് ആവണം. ഇനി നിങ്ങളെപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി മാത്രമാണെങ്കിൽ ഓക്കെ അത് മാറ്റാനുള്ള സമയമായി ഇനി. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ റിലേഷൻഷിപ്പ് വിട്ട് മാറാനല്ല ഞാൻ പറയുന്നത്. ബട്ട് നിങ്ങൾ ഒരു റെസ്പെക്റ്റ്, നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരു പരിധിക്കപ്പുറം നിങ്ങൾ ചെയ്യാതിരിക്കുക. എനിക്ക് വേണ്ട എന്നല്ല പറയുന്നത്. ബട്ട് അതിനൊരു ലിമിറ്റ് വെക്കാൻ പഠിക്കണം, ബൗണ്ടറി വെക്കാൻ പഠിക്കണം. എത്രത്തോളം ചെയ്യണം എന്നുള്ള അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ സ്വയം ചെയ്തേ പറ്റൂ. ഇതല്ലാതെ ആർക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല, ആർക്കും നിങ്ങളെ വന്ന് മാറ്റിത്തരാൻ സാധിക്കില്ല. ഓക്കെ, സോ യു ഹാവ് ടു ഡു. നിങ്ങൾ തന്നെ സ്വയം ആദ്യം പക്ഷേ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാറാൻ തുടങ്ങണം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരാളെ നമ്മൾ ഇതാക്കാനല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ റെസ്പെക്റ്റ് കളയും ചെയ്യരുത്. ഓക്കെ, അവർക്ക് നിങ്ങളെ ആ വാല്യൂ കണ്ടിട്ട് അവർ വരട്ടെ. ഓക്കെ, നിങ്ങളുടെ ഒരു ഹാപ്പി ആയിട്ട് നിങ്ങളിരിക്കും. അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, കൂടുതൽ ലെക്ചർ ആവുന്നില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ഗുഡ് നൈറ്റ് പറയാറായിട്ടില്ല. ഓക്കെ, സോ എനിവേ ഗുഡ് നൈറ്റ്. അപ്പോൾ കാണാൻ